നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയ ഒരു സിംഹം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയ 3 സിംഹങ്ങൾ ഒരു മൃഗത്തെ ക്രൂരമായിട്ട് കൊല്ലുന്ന വീഡിയോ ആണ് കേട്ടോ. മനക്കട്ടിയുള്ളവർ മാത്രം കണ്ടാൽ മതി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് ഈ ദൈവങ്ങൾ എന്ത് ക്രൂരന്മാരാണെന്നുള്ളത്. അതായത് ഇത്രയും അതിൻ്റെ ജീവൻ എങ്ങനെയാണ് പോകുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കി. എന്ത് വേദന ഇന്നായിരിക്കും അതിൻ്റെ ജീവൻ പോയത്. അതിൻ്റെ കുടലും പണ്ടം എല്ലാം പൊട്ടി ഇഞ്ചിഞ്ചായിട്ടാണ് അത് മരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു മതത്തിൽ അതിനെ കൊല്ലേണ്ട രീതി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൊല്ലുന്നത് കഴുത്തറുത്ത് ഹലാല് പോലെയാണ് കൊല്ലുന്നത്, മനസ്സിലായേ? അപ്പോൾ അത് പെട്ടെന്ന് ചാവും. ഇത് അതിലും ക്രൂരമായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാനെ ചെയ്യുന്നത് മൃഗങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമ്മളെ സൃഷ്ടിച്ച പോലെ ദൈവം ഇതുങ്ങളെ സൃഷ്ടിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഇതിനെ എന്തുകൊണ്ട് ഇങ്ങനെ സൃഷ്ടിക്കേണ്ട ആവശ്യം എന്താ? മറ്റൊരാളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ വേദന തീറ്റി ഇതാക്കാണ്ട് വരിക, അതൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്താ? ഈ പറയുന്ന ദൈവങ്ങൾ ഇങ്ങനെയുള്ള മൃഗങ്ങളെ കൊന്നു തിന്നുന്നതിന് പകരം അല്ലെ പുല്ലിനെ വല്ല പുല്ലോ പച്ചയോ മാത്രം തിന്നാനുള്ള മറ്റ് മൃഗങ്ങളെ മാത്രം സൃഷ്ടിച്ചാൽ പോരായിരുന്നു. അഥവാ ഇതിപ്പം ഇങ്ങനെ ക്രൂരമായിട്ട് കൊന്ന് തിന്നുമ്പോൾ അതിന് എന്തോരം വേദന തിന്നുന്നുണ്ടാവും. ഇങ്ങനെ ദൈവങ്ങൾ മറ്റ് ജീവികളെ, മാംസാഹാരികളായിട്ടുള്ള ജീവികളെ എന്തിനു സൃഷ്ടിച്ച്? നമ്മൾ തന്നെ മനുഷ്യർ മറ്റ് മൃഗങ്ങളെ കൊന്ന് തിന്നുന്നതെന്ന് പറഞ്ഞാൽ കഴുത്ത് അർത്ഥമാണ്. അപ്പം ഇത് നേരെ ചാവും, മനസ്സിലായോ? അപ്പം ഇതിന് കുറേ നേരം വേദന എടുക്കേണ്ടി വരില്ല. എന്നാലും ഓൾറെഡി വേദന തന്നെ ആയിരിക്കും ചാവുക. പക്ഷേ ഞാൻ ഒരു ഡൗട്ട് ചോദിക്കാൻ വന്നത് അതൊന്നുമല്ല. ഇപ്പം കൊന്ന് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, കഴുത്തറുത്ത് കൊല്ലാം. പക്ഷേ ഒരു മതപരമായിട്ടുള്ള കാര്യമാണ്. അപ്പം അതായത് ഇപ്പം ഞാൻ വലിയൊരു കുറ്റം ചെയ്തു. അപ്പം എന്നെ എന്താക്കും? ഞാനൊരു പെണ്ണിന് വിഷം കൊടുത്ത് കൊന്ന്. ആണുങ്ങളായതുകൊണ്ട് എന്തായാലും കോടതി നമ്മളെന്ത് ചെയ്യും? തൂക്കിക്കൊല്ലും. അപ്പം എന്നെ തൂക്കിക്കൊല്ലാനെ കൊണ്ടുപോയി തൂക്കിക്കൊല്ലുന്നു. അപ്പോൾ എൻ്റെ മതപരമായിട്ടുള്ള ആളുകൾ പറയുന്നു എന്നെ തൂക്കിക്കൊല്ലാൻ പറ്റത്തില്ല, കഴുത്ത് കണ്ടിച്ചേ കൊല്ലാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ മതത്തിൻ്റെ രീതി, അതാണ് ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്കാണോ അല്ലേ? സത്യത്തിൽ ഈ ദൈവങ്ങൾ മനുഷ്യരെ സൃഷ്ടിച്ചതും മറ്റ് മൃഗങ്ങളെ സൃഷ്ടിച്ചതും ഒക്കെ എന്തിനാ? വല്ല പുല്ലോ പൂച്ചയോ മാത്രം തിന്ന് കഴിഞ്ഞാൽ പോരെ? മറ്റ് മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന എന്തിനാ? അങ്ങനെ ഉള്ള ഒരു ക്രൂരനായിട്ടുള്ള ദൈവം ആണോ നമ്മൾ ഇത്രയും നാൾ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ അമ്പലങ്ങളിൽ, പള്ളികളിൽ എല്ലാം സത്യം പറഞ്ഞാൽ ഞാൻ പോകുന്ന ഒരാളാണ്. അത് പോകണം, അവിടെയുള്ള ആളുകൾക്ക് 10 രൂപ കൊടുക്കണം. അതൊക്കെ ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനൊരു ദൈവത്തെ അല്ല. ഈ ലോകം സൃഷ്ടിച്ച ഒരു ദൈവം ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഭൂമി, സൂര്യൻ, യൂണിവേഴ്സ് ഇതെല്ലാം സൃഷ്ടിച്ച ദൈവം. ആ ദൈവത്തിന് നമ്മളെ അറിയാൻ പോലും പറ്റുന്നുണ്ടായിരിക്കത്തില്ല. നമ്മളെന്ന് പറഞ്ഞാൽ കീടങ്ങൾ മാത്രമായിരിക്കും. അങ്ങനെ ഒരു സംഭവത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞതിലും എനിക്കൊരു ഡൗട്ടില്ലാതില്ല. ഈ യൂണിവേഴ്സ്, സൂര്യന്, ചന്ദ്രന് എല്ലാം ഉണ്ടാ പോലെ ഇരിക്കുന്നെന്ന് പറഞ്ഞ് റൗണ്ടായിട്ടിരിക്കുന്നത് പറയുന്നത് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. നേരിട്ട് കാണാതെ എങ്ങനെ പറയാൻ പറ്റും? ഇപ്പം കുറേ അധികം ശാസ്ത്രജ്ഞന്മാർ പറയുകയാണ് നമ്മുടെ ഭൂമി ഉരുണ്ടതാണ്, ചന്ദ്രൻ ഉരുണ്ടതാണ്, അതേപോലെ യൂണിവേഴ്സാണ്, ഇതൊക്കെ ഉണ്ട്. അതിലും എനിക്ക് സംശയമുണ്ട്. എല്ലാത്തിലും ഒരു ഇതുണ്ട്, കള്ളത്തരം മണക്കുന്നുണ്ട്. പണ്ടുള്ളവർ പറയുന്നത് ദൈവത്തിൽ മാത്രം വിശ്വസിക്കും. ഈ ലോകവും പുല്ലും
സൂര്യനും ചന്ദ്രനും ദൈവങ്ങളാണ്, അല്ലെ അവർ ഇതിനെല്ലാം ദൈവമാണ് സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. എന്നാൽ ഇപ്പോൾ കുറേ ആൾക്കാർ സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, ഇതെല്ലാം ഉള്ളതാണ്, ഭൂമി ഉരുണ്ടതാണ്, ഇതാണ് മാങ്ങാത്തൊലിയാണ്, യൂണിവേഴ്സാണ്. യൂണിവേഴ്സിനകത്ത് ഒരു ഈ ഒരു യൂണിവേഴ്സിനകത്തുള്ള സോളാർ സിസ്റ്റത്തിനകത്ത് ഭൂമിയിൽ, അതായത് ഭൂമിക്കകത്ത് അതേപോലെ സൂര്യൻ്റെ ചൂടേൽക്കുന്നു അങ്ങനെയൊക്കെ എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഇതിലും ഡൗട്ടുണ്ട്. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ ഭൂമി ഉരുണ്ടതാണെന്നോ, അല്ലെങ്കിൽ അഥവാ ഉരുണ്ടതായിരിക്കും. പക്ഷേ അങ്ങനെ ഉരുണ്ടതാണെങ്കിൽ ഈ കടലിനകത്ത് വെള്ളം ഇങ്ങനെ കെട്ടി അങ്ങനെ കിടക്കും. ഓൾറെഡി അത് കറക്റ്റ് ഭൂമി കറക്റ്റ് ഉരുണ്ടതാന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താവും, ഇൻഡസ്ട്രിയലിനകത്ത് കാണിക്കുന്ന പോലെ അവന്മാർ പോയി ഇറങ്ങുന്ന സ്ഥലമുണ്ടല്ലോ, അത് ഫുള്ള് വെള്ളത്തിലായിരിക്കും. അപ്പം നമ്മുടെ ഭൂമി ഒരു കാരണവശാലും ഉരുണ്ടതല്ല. മലകളും ഇതും അതും കുഴിയും കാപ്പും ഇതും എല്ലാം ഉള്ളത് കൊണ്ട് എന്താണ് വെള്ളം കെട്ടി കിടക്കണം, മനസ്സിലായി? അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിനകത്ത് സിനിമയ്ക്കകത്ത് കാണിക്കുന്ന പോലെ അവന്മാർ അവസാനം പോയി ഇറങ്ങുന്ന ഒരു ഗ്രഹത്തിലെ പോലെ ഫുള്ള് വെള്ളം ചുറ്റിപ്പനിഞ്ഞ് കിടക്കുന്നുണ്ടാകും. അപ്പം എനിക്ക് ഈ രണ്ട് കൂട്ടരും പറയുന്നതിലും എനിക്ക് വിശ്വാസമില്ല. ഈ മതപരമായിട്ട് വിശ്വസിക്കുന്ന ആളുകൾ പറയുന്നത് ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ് അങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ സയൻസ് പരമായിട്ടുള്ള ആൾക്കാർ അങ്ങനെ ആൾക്കാർ പറയുന്നു ഇത് ഉണ്ടയാണ്, അതേപോലെ ഇത് സോളാർ സിസ്റ്റമാണ്, അതേപോലെ യൂണിവേഴ്സാണ്. സത്യത്തിൽ ഏതായിരിക്കും ശരി? അത് കറക്റ്റ് ഞാൻ പറഞ്ഞു വരുന്നത് കുറച്ച് പേർക്ക് മനസ്സിലായി കാണും. കറക്റ്റ് പറയുന്നത് അതങ്ങോട്ട് കിട്ടുന്നില്ല, അതാണ് സംഭവം. ഇപ്പം വീഡിയോ ചെയ്യാനുള്ള കാരണം കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ആലോചിച്ച് നാളെ വല്ലതും വീഡിയോ ആണ്. ചിലപ്പോൾ നാളത്തേക്ക് നമ്മൾ നാളുണ്ടാവുമോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. സത്യത്തിൽ കുറേ കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ച്, പക്ഷെ അതെല്ലാം മറന്നുപോയി. ഓക്കെ അല്ലേ?